വീട്ടിൽ എന്നും പുട്ടാണോ എന്ന് പരാതി പറയുന്നവരുണ്ടോ? എന്നാലേ ഈ ഒരു കടലക്കറി ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ വീഡിയോ സേവ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. ഇനി ഈ ഒരു പരാതി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ കടലക്കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ കുക്കറിലേക്ക് തലേന്ന് കുതിർത്ത് വെച്ചിട്ടുള്ള കടല ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ സവാള, തക്കാളി, വെളുത്തുള്ളി, പച്ചമുളക്, ഉപ്പ്, വെള്ളം ഇത്രയും ചേർത്തിട്ട് ഒരു 5-6 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് കുറച്ച് തേങ്ങ വറുത്തെടുക്കാം. ഇതിനായിട്ട് തേങ്ങയിലേക്ക് പട്ട, ഗ്രാമ്പു, പെരുംജീരകം, കുരുമുളക് ഇത്രയും ചേർത്ത് ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്ന വരെ വറുത്തെടുക്കുക. ഇനി തീ ഓഫ് ചെയ്ത ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ചൂടാറിയ ശേഷം മിക്സിയിൽ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. കുക്കറിലെ ആവിയൊക്കെ പോയ ശേഷം തുറന്നു നോക്കാം. ഇപ്പൊ കടലയൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത ശേഷം നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തേക്കണേ. ഇപ്പൊ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒന്ന് താളിച്ചൊഴിക്കണം. ഇതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, തേങ്ങാക്കൊത്ത്, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും ചേർത്ത് ആവശ്യമെങ്കിൽ കളറിനായിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്തിട്ട് നേരെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരു ചിക്കൻ കറിയുടെ ഒക്കെ ഒരു ടേസ്റ്റിലുള്ള നല്ല അടിപൊളി കടലക്കറിയുടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അപ്പത്തിന്റെയും ഇടിയപ്പത്തിന്റെയും പത്തിരിയുടെ ഒക്കെ കൂടെ കഴിക്കാവുന്നതാണ്. അപ്പൊ ഞാനിന്ന് കുറച്ച് ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. താങ്ക്